നമുക്ക് ഇന്ന് ഈ BS6 RCയുടെ മൈലേജ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് കളയാം. അപ്പോൾ 2 ബോട്ടിൽ വഴിയിൽ നിന്ന് സംഘടിപ്പിക്കുന്നു, പെട്രോൾ വാങ്ങുന്നു, പോകുന്നു. അതാണ് പരിപാടി. ഇപ്പോൾ പഴയപടിയല്ല, നമ്മുടെ ലൊക്കാലിറ്റിയിലാണെന്നുണ്ടെങ്കിലും ഡസ്റ്റ്ബിന്നുകൾ, വേസ്റ്റ് ബിന്നുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അത് മാത്രം യൂസ് ചെയ്യുക. ഈ പബ്ലിക് റോഡിലേക്കൊക്കെ വേസ്റ്റുകൾ വലിച്ചെറിയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അതിപ്പോഴും പലർക്കും അറിയത്തില്ല എന്നുള്ളതാണ്. അതിനെന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ് എൻ്റെ അകത്തൊരു വലിയ പ്രശ്നം. ഇവിടെ 2 കിടപ്പുണ്ടായിരുന്നു, അപ്പോൾ 2 ബോട്ടിലായിട്ടുണ്ട്. ഇനി നേരെ പമ്പിൽ പോകുന്നു, 2 ബോട്ടിൽ വാങ്ങുന്നു, പോകുന്നു. ചേച്ചി 1 ലിറ്റർ വെച്ച് തരാം. സോ പെട്രോൾ വാങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൽ എണ്ണ ഒഴിച്ച് തീർക്കണം. ആൻഡ് നമ്മുടെ കയ്യിലുള്ള എണ്ണ ഒഴിക്കണം. മൈലേജ് എത്രയുണ്ടെന്ന് നോക്കണം. അപ്പോൾ നമ്മുടെ പെട്രോൾ തീർന്നിരിക്കുകയാണ്. തീർക്കാൻ വേണ്ടി നമ്മൾ ഓൾമോസ്റ്റ് 60 കിലോമീറ്റർ ഓടി, എന്നിട്ടാണ് തീർന്നത്. ഇപ്പോൾ ട്രിപ്പ് റീസെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പതിവ് പോലെ തന്നെ ഹൈ റേഞ്ചിലേക്ക് ഏറ്റവും വളവുകളുള്ള റോഡിൽ സാധാരണ ഒരാൾ ഓടിക്കുന്ന പോലെയായിരിക്കും നമ്മൾ ഓടിക്കുന്നത്. നമ്മളിപ്പോൾ വാഗോൺ സൈഡിലാണ്. നമ്മൾ മെയിൻ റോഡുകൾ മാത്രമല്ല, ഇതുപോലുള്ള ഇട റോഡുകളിൽ കയറ്റം ഇറക്കം എല്ലാം ഉണ്ട്. ആൻഡ് മൈലേജിന് വേണ്ടിയല്ല ഓടിക്കുന്നത്. സാധാരണ ഒരാൾ ഒരു RC200 എങ്ങനെയായിരിക്കും ഓടിക്കുന്നത് എന്നൊരു പോയിന്റിലായിരിക്കും നമ്മൾ ഓടിക്കുന്നത്. അഞ്ച് കിലോമീറ്റർ ആയിട്ടുണ്ട്. എന്തായാലും മൈലേജ് ടെസ്റ്റിന് കൊടുക്കാൻ പറ്റിയ റോഡുകളാണ്. കയറ്റം തന്നെയാണ് കുറച്ച് നേരമായിട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അതും ചെറിയ റോഡ്. 10 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഈ 10 കിലോമീറ്റർ അത്യാവശ്യം ഓഫ് റോഡ് പ്ലസ് കയറ്റമായിരുന്നു. പതിനഞ്ച് കിലോമീറ്റർ ആയിട്ടുണ്ട്. നമ്മൾ 20 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഇരുപത്തഞ്ച് കിലോമീറ്റർ ആയിട്ടുണ്ട്. എന്തായാലും നോക്കാം എവിടെ വരെ പോകുന്നു. എനിക്ക് കുറച്ച് മൈൽഡായിട്ട് ഓടിക്കാം. തീർന്നു. പെട്രോള് കംപ്ലീറ്റ് ആയിട്ട് തീർന്നിട്ടുണ്ട്. നമ്മുടെ BS6 KTM RC200 1 ലിറ്റർ പെട്രോളിൽ ഓടിയിരിക്കുന്നത് 31 കിലോമീറ്ററാണ്. 31 കിലോമീറ്റർ പെർ ലിറ്ററാണ് മൈലേജ്. നമ്മൾ അസ്യൂം ചെയ്ത പോലെ തന്നെ നമ്മൾ ഡ്യൂക്കിൽ ചെക്ക് ചെയ്തപ്പോൾ 30 ആയിരുന്നു കിട്ടിയിരുന്നത്. ഇത് സ്ലൈറ്റ് 31.4. ഡീസൻ്റ് ആയിട്ടുള്ള മൈലേജാണ് ഇത് ഓഫർ ചെയ്യുന്ന. പെർഫോമൻസ്, സ്പെക്ക്, ലുക്ക് വെച്ച് നോക്കുമ്പോൾ ഡീസൻറ്റ് മൈലേജാണ്. എന്തായാലും നമുക്ക് പെട്രോൾ ഒഴിച്ചിട്ട് പോയേക്കാം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ 31 കിലോമീറ്റർ എന്നുള്ളത് ഒരു 200cc പെർഫോമൻസ് എഞ്ചിനെ സംബന്ധിച്ച് ജസ്റ്റിഫയബിൾ ആണോ എന്ന് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മളെപ്പോഴും മൈലേജ് മാത്രം നോക്കിയല്ല വണ്ടി ഓടിക്കുന്നത്. സംടൈംസ് ഇറ്റ്സ് കൈൻഡ് ഓഫ് ലുക്സ്, പെർഫോമൻസ്, നമുക്ക് കിട്ടുന്ന ഫീൽ അങ്ങനെയൊക്കെ ആയിരിക്കും. സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ 31 എന്ന് പറയുന്നത് തീരെ കുറവല്ല. ഡ്യൂക്കിൽ ചെക്ക് ചെയ്തപ്പോൾ 30 കിട്ടിയത്. NS കാർബറേറ്റർ വണ്ടിയിൽ ചെക്ക് ചെയ്തപ്പോഴും 30 കിട്ടിയത്. ഇതായപ്പോൾ RC200 ചെക്ക് ചെയ്തപ്പോഴും 31. എല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പോൾ അടുത്തത് ഏത് വണ്ടിയുടെ മൈലേജ് ടെസ്റ്റ് വേണ്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല വണ്ടികളൊക്കെ കിട്ടാവുന്നൊരു കണക്ഷൻ ആയിട്ടുണ്ട്. എല്ലാ വണ്ടികളും എന്നല്ല, എന്നാലും ഒരുപാട് പേര് നമുക്ക് വിശ്വസിച്ച് വണ്ടികൾ തരാൻ റെഡി ആയിട്ട് വെപ്പുണ്ട്. സോ ഏത് വണ്ടിയുടെ മൈലേജ് ടെസ്റ്റ് വേണ്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഓക്കെ ബൈ.